ആവേശത്തിലാക്കി ഈ വർഷത്തെ T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. രോഹിത് ശർമ്മ നയിക്കുന്ന ടീമിൽ മലയാളി വിക്കറ്റ് കീപ്പറും ബാറ്ററും IPL രാജസ്ഥാൻ റോയൽസിന്റെ നായകനുമായ സഞ്ജു സാംസണും ഇടം പിടിച്ചതാണ് ശ്രദ്ധേയം. ഇത്തവണത്തെ IPL മിന്നും ഫോമിലുള്ള സഞ്ജു ലോകകപ്പ് സ്ക്വാഡിൽ ഇടം പിടിക്കുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വങ്ങൾ നിലനിന്നിരുന്നു. എന്നാൽ ഋഷഭ് പന്തിനെയും സഞ്ജു സാംസണിനെയും വിക്കറ്റ് കീപ്പർ ബാറ്റർമാരായി സെലക്ടർ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 15 അംഗ പ്രധാന സ്ക്വാഡിന് പുറമെ 4 പേരെ ബാക്ക് താരങ്ങളായും തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഋഷഭ് പന്ത് ഫോമിൽ കളിക്കുന്നത് കണ്ടിരിക്കുന്നത് തന്നെ വളരെ രസകരമാണ്. കോപ്പി ബുക്കിനെ നിരാകരിക്കുന്ന ശൈലി, ഷോട്ടുകൾ, പവർ ജനറേറ്റ് ചെയ്യുന്ന രീതി എല്ലാം മറ്റുള്ളവരിൽ നിന്ന് അയാൾ ഏറെ വ്യത്യസ്തനാണെന്ന കാര്യം അടിവരയിട്ടുറപ്പിക്കുന്നതാണ്. കാർ അപകടത്തിന് ശേഷം 1 കൊല്ലത്തിൽ കൂടുതൽ സമയം പുറത്തു നിൽക്കേണ്ടി വന്ന ഋഷഭിന്റെ തിരിച്ചുവരവ് തീർച്ചയായും പ്രശംസനീയവുമാണ്. ഗുജറാത്തിനെതിരായി കളിച്ച ഇന്നിംഗ്സ് ടിപ്പിക്കൽ ഋഷഭ് പന്ത് ഇന്നിംഗ്സുകളുടെ എല്ലാ ചേരുവകളും ചേരുന്നതായിരുന്നു. എന്നിരിക്കെ T20 എന്ന ഫോർമാറ്റിലേക്ക് വരുമ്പോൾ ഋഷഭ് ഉത്തരങ്ങളെക്കാൾ കൂടുതൽ ചോദ്യങ്ങളാണ് നൽകുന്നത്. ഋഷഭ് പന്ത് എന്ന ബാറ്റർക്ക് T20 എന്ന ഫോർമാറ്റിൽ കൃത്യമായ പരിമിതികൾ ഉണ്ട് എന്നത് ഒരു രഹസ്യമൊന്നുമല്ല. ടെസ്റ്റിൽ അയാൾ ഒരു അസാധ്യ ബാറ്ററാണ്. ഏകദിനത്തിൽ കുഴപ്പമില്ല. രണ്ടിലും ഋഷഭിന് ക്രീസിൽ സെറ്റ് ആവാൻ സമയം കിട്ടുന്നുണ്ട്. ടെസ്റ്റിൽ മിക്കപ്പോഴും ആക്രമണ ഫീൽഡുകളാണ് ഒരുക്കുന്നതെന്നും പന്തിനെ സഹായിക്കുന്ന ഘടകമാണ്. T20യിലേക്ക് വരുമ്പോൾ ഋഷഭ് മിഡിൽ ഓവറുകളിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ബാറ്റർ തന്നെയാണ്. ആ ഫോർമാറ്റിൽ ക്രീസിൽ സെറ്റ് ആവാൻ 10-15 പന്തുകൾ എടുക്കുക എന്നതൊക്കെ വളരെ പ്രശ്നമേറിയ കാര്യവുമാണ്. പ്രത്യേകിച്ചും പന്ത് ബാറ്റ് ചെയ്യാൻ വരുന്ന പൊസിഷൻ നോക്കുമ്പോൾ അത്രയും പന്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സിൽ കളിക്കാതെ വേറെ മാർഗവും ഉണ്ടാവില്ല. ഓഫ് സ്റ്റമ്പിന് പുറത്ത് അല്പം വൈഡായി എറിഞ്ഞ് ഫീൽഡ് ഒരുക്കുന്നതിലൂടെ നിയന്ത്രിക്കപ്പെടുന്ന പേസ് വേരിയേഷനുകൾ പിക്ക് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുള്ള ഒരു ബാറ്റർ മധ്യനിരയിലെ സുപ്രധാന പൊസിഷനിൽ വരുന്നത് ടീം ഇന്ത്യക്ക് ഗുണം ചെയ്യാൻ സാധ്യതയില്ല. ഡൽഹി പോലുള്ള ഗ്രൗണ്ടുകളിൽ സ്ലോവർ ബോളുകൾ പിക്ക് ചെയ്ത് ഷോട്ട് കൈവച്ച പവർ ജനറേറ്റ് ചെയ്ത് അടിക്കുന്ന സിക്സറുകൾ മറ്റൊരു ഗ്രൗണ്ടിൽ ക്യാച്ചുകളാകാൻ ചാൻസ് കൂടുതലാണ് എന്നതൊരു വസ്തുത തന്നെയാണ്. പന്തിന്റെ ഹൈ ബാക്ക് ലിഫ്റ്റും ഡൗൺ സ്വിംഗുമാണ് പവർ ജനറേറ്റ് ചെയ്യുന്നതിന് കാരണം. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ശരീരഭാരം പൂർണ്ണമായും ഷോട്ടിന്റെ പുറകിലുണ്ട്. പന്തിന് ക്രീസിൽ ബാലൻസ് നഷ്ടപ്പെടുന്നതിന് കാരണവും ഇതാണ്. ബൗളറുടെ പേസ് കൂടുമ്പോൾ പേസ് വേരിയേഷൻസ് വരുമ്പോഴും സ്വാഭാവികമായും പന്ത് ബുദ്ധിമുട്ടും. കാരണം ഈ ഹൈ ബാക്ക് ലിഫ്റ്റ് കാരണം അയാൾ കണക്ട് ചെയ്യുന്നത് കുറച്ച് വൈകിയായിരിക്കും. അതിനാൽ ലോകകപ്പ് പോലുള്ള ഒരു ടൂർണമെന്റിൽ ഒരു നിർണായക സമയത്ത് വന്ന് ഋഷഭ് ഇമ്പാക്ട് ഇന്നിംഗ്സ് കളിക്കുന്നതിനുള്ള സാധ്യതകൾ കുറവാണെന്ന് തന്നെ കരുതുന്നു. മിഡിൽ ഓർഡറിൽ ലെഫ്റ്റ് വേണമെന്ന തിയറി റിങ്കു സിംഗിലൂടെയാണ് നടപ്പിലാക്കേണ്ടത്. ഋഷഭ് പന്തിനെ ഇഷ്ടമാണ്. ഒരേ രീതിയിലുള്ള കുറെ പേരെ കണ്ടിരിക്കുമ്പോഴുള്ള മടുപ്പ് മാറ്റുന്ന രീതിയിലൊരു ഫ്രീക്കാണ് ഋഷഭ്. 2ാം വിക്കറ്റ് കീപ്പറായി ടീമിൽ വരേണ്ടയാളും തന്നെയാണ് അദ്ദേഹം. അതിനാൽ ഏതൊരു ദിവസവും സഞ്ജു സാംസൺ എന്ന വിക്കറ്റ് കീപ്പർ ബാറ്ററെ തന്നെയാവും കൂടുതൽ പേരും സജസ്റ്റ് ചെയ്യുന്നത്. 15 അംഗ സ്ക്വാഡിലെ ഒരു അംഗമായിട്ടല്ല, ഫസ്റ്റ് 11ലേക്ക് തന്നെ. പ്രോപ്പർ ക്രിക്കറ്റിംഗ് ഷോട്ട്സ് കൊണ്ട് തന്നെ മിഡിൽ ഓവറിൽ ഇമ്പാക്റ്റ് ഉള്ള ഇന്നിംഗ്സുകൾ കളിക്കാൻ കെൽപ്പുള്ള ബാറ്ററാണ് സഞ്ജു. സെറ്റാവാൻ അധികം പന്തുകൾ എടുക്കാതെ തന്നെ ആക്രമണം തുടങ്ങാൻ കഴിയുമെന്ന് മാത്രമല്ല, വലിയ ബുദ്ധിമുട്ടില്ലാതെ ഏത് ഗ്രൗണ്ടും ക്ലിയർ ചെയ്യാൻ തക്ക പവർ ഹിറ്ററുമാണ് സഞ്ജു. നമ്പർ 3 തൊട്ട് ഏത് പൊസിഷനിലും അദ്ദേഹത്തിന് കളിക്കാനും സാധിക്കും. വരുന്ന T20 ലോകകപ്പിൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്ററുടെ റോൾ ഏറ്റെടുക്കാൻ തൽക്കാലം അയാളോളം അർഹതയുള്ളവർ വേറെയില്ല. ഇന്ത്യയുടെ T20 ലോകകപ്പ് സ്ക്വാഡ് ഇങ്ങനെയാണ്: രോഹിത് ശർമ്മ, യശസ്വി ജയ്സ്വാൾ, വിരാട് കോഹ്ലി, സൂര്യകുമാർ യാദവ്, ഋഷഭ് പന്ത്, സഞ്ജു സാംസൺ, ഹാർദിക് പാണ്ഡ്യ, ശിവം ദുബെ, രവീന്ദ്ര ജഡേജ, അക്സർ പട്ടേൽ, കുൽദീപ് യാദവ്, യുസ്വേന്ദ്ര ചഹൽ, അർഷ്ദീപ് സിംഗ്, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്, കൂടാതെ ശുഭ്മാൻ ഗിൽ, റിങ്കു സിംഗ്, ഖലീൽ അഹമ്മദ്, ആവേശ് ഖാൻ എന്നിവരാണ് ബാക്കപ്പ് താരങ്ങൾ. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, യശസ്വി ജയ്സ്വാൾ, സൂര്യകുമാർ യാദവ് എന്നിവരാണ് ലോകകപ്പ് ടീമിന്റെ സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാർ. പ്ലേയിങ് 11ലും ഈ 4 പ്ലെയർ ആദ്യം ഇറങ്ങാനാണ് സാധ്യത. അതേസമയം ഇത്തവണത്തെ IPL ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും ദയനീയ ഫോമിലായ മുംബൈ ഇന്ത്യൻസ് താരം ഹാർദിക് പാണ്ഡ്യ ലോകകപ്പ് ടീമിന്റെ വൈസ് ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കപ്പെട്ടതാണ് അമ്പരപ്പിക്കുന്നത്. ഹാർദിക്കിന് പുറമെ ചെന്നൈ സൂപ്പർ കിങ്സ് താരങ്ങളായ ശിവം ദുബെ, രവീന്ദ്ര ജഡേജ, ഡൽഹി ക്യാപ്റ്റൻസിൽ താരം അക്സർ പട്ടേൽ എന്നിവരാണ് ഓൾറൗണ്ടറുമായി സ്ക്വാഡിലുള്ളത്. കുൽദീപ് യാദവും യുസ്വേന്ദ്ര ചഹലുമാണ് ടീമിന്റെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാർ. ജസ്പ്രീത് ബുംറ നയിക്കുന്ന പേസ് നിരയിൽ മുഹമ്മദ് സിറാജും അർഷ്ദീപ് സിംഗും അണിനിരക്കുന്നു. റിങ്കു സിംഗിന് പ്രധാന സ്ക്വാഡിൽ ഇടം ലഭിക്കാത്തതാണ് ആരാധകരെ അമ്പരിപ്പിക്കുന്ന മറ്റൊരു കാര്യം. അന്താരാഷ്ട്ര T20യിൽ 15 കളികളിൽ 89 ബാറ്റിംഗ് ശരാശരിയിൽ 356 റൺസ് നേടിയിട്ടുണ്ട് അദ്ദേഹം. അതേസമയം ടോപ്പ് ഓർഡറിൽ ഇടമില്ലാത്തതിനാലാണ് ശുഭ്മാൻ ഗിൽ ബാക്കപ്പ് നിരയിലേക്ക് എത്തിയത്.
ഈ സീസണിൽ IPL-ലെ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആവേശ് ഖാനും ഖലീൽ അഹമ്മദും റിസർവ് നിരയിൽ ഇടം പിടിക്കുകയാണ്.